ഹലോ ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇതാ ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ മക്കളൊക്കെ രാവിലെ ചായയും കടിയൊക്കെ കുടിച്ച് ഒരു മദ്രസക്ക് പോയിക്കണം. ഇപ്പോൾ ഒരു 6:30 കഴിക്കണം. അതിന് ശേഷം ഞാൻ എന്താ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ, നല്ല മഴക്കാറൊക്കെ ഉണ്ട്. ഇപ്പം പെയ്യും തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ ഇതാ ഞാൻ നേരെ പിന്നെ അടുക്കളയ്ക്കാണ് വന്നത്. അപ്പോൾ ഇന്ന് ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ചോറ് ഞാൻ ചായയും കടി ഉണ്ടാക്കുമ്പം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം അതിലേക്കാണ് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചെമ്മീൻ വേഗം തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വലുപ്പമുള്ള ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊലി എടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വേഗം ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഞാനിതാ ചെമ്മീൻ ഒക്കെ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി ഞാനിതാ വെച്ചിക്കണെങ്കിൽ ചെമ്മീൻ പൊരിച്ചുകൊണ്ടാണ് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കട്ടാ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിനി. ഇനി അതൊന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ അത് 2 ട്രിപ്പായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തിൻ്റെ. അപ്പോൾ അതവിടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്ത, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ ഏകദേശം റെഡിയാക്കി എടുത്തുക്കണേ, പൊരിച്ചെടുത്തുക്കണേ. ഇനി ആ പാത്രത്തിൽ തന്നെയാണ് ഞാനിതിനുള്ള മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഉള്ളി എടുത്തുക്കണേ, തക്കാളി എടുത്തുക്കണേ, പിന്നെ ഉപ്പൊക്കെ ഇട്ടെടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വാടിയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് വാടി വരട്ടിട്ടാ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഞാൻ ഒരു 5 മിനിറ്റ് വേവിച്ചിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഏകദേശമൊക്കെ റെഡി ആയതിന് ശേഷം ഞാൻ കരിവേപ്പിലൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിക്കണം. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് തിന്നാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കലേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ സിറ്റ് ഔട്ട് തുടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മളെ പൂച്ചക്കുട്ടന്മാരെ പണിയിക്കാരം. അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മണ്ണൊക്കെ മാറ്റി ചെടിയൊക്കെ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് കുഴിച്ചിടുകയാണ്. അപ്പോൾ വീഡിയോ ഇങ്ങനെ ആയിന്ന് അറിയില്ല, നല്ലതുപോലെ ഇനി എടുത്തിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് ആവണത്. സാരമില്ല, അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെടിയുമ്പോൾ കളിച്ചാനും മണ്ണ് കളിച്ചാനും ചെടിച്ചട്ടി അങ്ങോട്ട് എടുത്തേക്കാനും ഇങ്ങോട്ട് എടുത്തേക്കാനും അതിൽ മാന്തി പറിച്ചാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ മണ്ണൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തുക്കണം. അപ്പോൾ ഇതപ്പോൾ സിറ്റൗട്ടിലൊക്കെ നല്ല മണ്ണൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനൊന്ന് സർഫും പൊടി ഇട്ട് നല്ലൊന്ന് വെള്ളമടിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ചെടിച്ചട്ടികളൊക്കെ ഞാൻ മാറ്റി പുറത്തേക്ക് വെച്ചിക്കണം കേട്ടോ. അതിന് ശേഷം ഇതാ ഞാൻ നല്ല സർഫും പൊടി ഇട്ട് നല്ല വെള്ളമൊക്കെ അടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കഴുകാൻ കേട്ടോ. അപ്പോൾ ഇത് മഴ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഭയങ്കര വൃത്തികേടാണ് സിറ്റൗട്ട്. അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ നല്ലതുപോലെ ഞാൻ കഴുകി നോക്കുന്നുണ്ട്. പിന്നെ വെള്ളം അടിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകാൻ കേട്ടോ.
ഉണ്ടോ? അപ്പോൾ സിറ്റ് ഔട്ടൊക്കെ ഏകദേശം ഞാൻ വെള്ളമടിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി പിന്നെ നല്ല തുടച്ച് വൃത്തിയാക്കി ഞാൻ ഇട്ടിക്കണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ അടുക്കളയ്ക്ക് വന്നിക്കണേ. അപ്പോൾ അടുക്കളയിലത്തെ റാക്കൊക്കെ ഒന്ന് തുടച്ച് നോക്കണേ. അപ്പോൾ ഇത് വെള്ളമായതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും തുടച്ചില്ലെങ്കിൽ വേഗം കറ പിടിച്ചു. അപ്പോൾ വേഗം വേഗം തുടച്ചെടുക്കട്ടെ. എപ്പോഴെപ്പോഴും ക്ലീനാക്കി കൊണ്ടിരിക്കണം. സിറ്റ് ഔട്ട് നന്നാക്കാൻ പോയിട്ടും പറിച്ചുകൊണ്ടുവന്ന ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടുക്കളയിൽ നിന്ന് വെച്ചുണ്ടാക്കുന്നതിനെക്കാട്ടി മുറ്റത്തിറങ്ങി മണ്ണിൽ കളിച്ചാനും ചെടിച്ചട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തൽക്കാലം ഈ കുപ്പിയിൽ നിൽക്കട്ടെ. അപ്പോൾ അടുക്കളയിലത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞാണ്. ഞാൻ പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ സിറ്റ് ഔട്ട് മാത്രമല്ലേ തുടച്ചെടുത്തിട്ടുള്ളൂ. അതിന് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചെടുക്കട്ടെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്നൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരെയാണ്. അപ്പോൾ കല്യാണത്തിനും പോവാണ്ട്. അപ്പോൾ പെട്ടെന്ന് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് പോവാൻ. തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിന് ഫൈസലാക്ക് അങ്ങാടിക്ക് പോയതേനിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് തുണികൾ മടക്കി വെക്കണ്ടേനി. അപ്പോൾ ഞാനത് വേഗം ഒന്ന് മടക്കിയെടുത്ത് വെക്കുന്ന. പിന്നെ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേന് പിന്നെ ഇട്ടതും പിന്നെ തിരുമ്പാണ്ടാകും. അപ്പോൾ പിന്നെ ആയത് വേഗം മടക്കി വെക്കാമെന്ന് വിചാരിച്ചത്. ഏറ്റവും മടി പിടിച്ച പരിപാടിയാണ് കേട്ടോ. എനിക്ക് വേറെയുള്ള പണിയൊക്കെ എടുത്തത് ഭയങ്കര മടിയാണ് എനിക്ക് മടക്കി വെക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കില്ല. അപ്പോൾ അതിന് പിന്നെ ഫൈസലാക്ക് വന്നിട്ടോ ഇത് മാറ്റിയിട്ടില്ലയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ വേഗം മടക്കി കല്യാണത്തിന് പോകാനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങൾ ഇറങ്ങിട്ടോ. വയസ്സിലാക്കതാ വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയത് ഞങ്ങൾ പോവുകയാണേ. അപ്പോൾ നമ്മളെ പൊറിഞ്ച് നമ്മളെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അപ്പം ഇന്ന് മോന് മാത്രമേ കല്യാണത്തിന് വരണുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ പൊറിഞ്ചു ഇതാ നമ്മളെ വണ്ടിമ്മ ചുറ്റി പറ്റി നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ചപ്പോൾ ഞങ്ങൾ ഇതാ പോവണേ. അപ്പോൾ കുറേ ദൂരം ഉണ്ടായിട്ട് കല്യാണത്തിന്. അപ്പോൾ മഞ്ചേരി നെല്ലിക്കുത്താണ്. അപ്പോൾ നമ്മൾ അയൽവാസിൻ്റെ ആങ്ങളുടെ കുട്ടീൻ്റെ കല്യാണേനി. അപ്പോൾ ഞങ്ങൾക്ക് ലൊക്കേഷൻ മാപ്പൊക്കെ വിട്ടെന്നീനി. അപ്പോൾ ഞങ്ങൾ അത് നോക്കി ഇങ്ങനെ പോകണം. കുറേ ദൂരം ഉണ്ടായിനി പോവാൻ.
അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ടായിട്ട് അപ്പം ഞമ്മത് ഈ ആക്റ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാ വണ്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വേഗം പോരാൻ പറ്റുമോ. അപ്പോൾ ഇതാ നല്ല നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പോണ വഴിക്കിൽ. അതൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്താണ്. അപ്പോൾ അത് പോയി ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ നെല്ലിക്കുത്ത് എത്തിയത്. അപ്പോൾ അതൊരു കല്യാണ വീട്ടിലെത്തി. പിന്നെ ഞാൻ ഫോൺ പൈസലാക്കാൻ്റെ അടുത്തോട്ട് കൊടുത്തത്. പിന്നെ പൈസലാക്കിയാണ് വീഡിയോ ഒക്കെ എടുത്തത്. എന്താ ചോറ് എന്താണ് അപ്പം നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിന്. അപ്പോൾ അതാ ചോറൊക്കെ തിന്ന് ഇത് കാണുമ്പോൾ ഫാനും എന്തായാലും കച്ചറുണ്ടാക്കും. കാരണം ഫാനും SSFൻ്റെ പരിപാടിക്ക് പോയിട്ട് മദ്രസ വിട്ടുകാണ്ട്. അപ്പോൾ ഇത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തിരിച്ച് പോകുന്നിട്ട്. അപ്പോൾ പൊന്നും മിന്നും ഒറ്റക്കുള്ളൂ. മിന്നു ട്യൂഷനും ആയാലും പൊന്നും ഒറ്റക്കാവും. അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ച് പോകുന്നു. കുളപ്പുറത്തെത്തി ബാപ്പു സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.